അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന 6ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ദുറൂസ് വിഷയത്തിൻ്റെ ഭാഗമാണ്. ദുറൂസ് വിഷയത്തിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിൻ്റെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ശരിയുള്ളതിന് ശരിയെന്നും തെറ്റുള്ളതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താം. നമുക്ക് നോക്കാം. ചോദ്യം 1, ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ. ശരിയാണ്. ചോദ്യം 2, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ശരിയാണ്. ചോദ്യം 3, ശിർക്കും കുഫറും അള്ളാഹു മാപ്പാക്കാത്ത മഹാപാപങ്ങളാണ്. ശരിയാണ്. ചോദ്യം 4, കപടവിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക. ശരിയാണ്. ചോദ്യം 5, അത്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ മഗ്രിബി വ സ്വലാത്തുൽ ഇശാ. തെറ്റാണ്. ചോദ്യം 6, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. ശരിയാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. ഇടത് ഭാഗത്ത് നൽകിയ വാചകത്തെ വലത് ഭാഗത്ത് നൽകിയ വാചകത്തോട് യോജിപ്പിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ശരിയായ രൂപത്തോടുകൂടി. ചോദ്യം 1, വറഹ്മതീ വസിഅത് കുല്ല ഷൈഇൻ. ചോദ്യം 2, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ചോദ്യം 3, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഗീതം പാടി കഅബ് റളിയല്ലാഹു അൻഹു. ചോദ്യം 5, അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ചോദ്യം 6, ഒരാൾക്ക് മഹത്വം നൽകുന്നത് അറിവാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്, അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. ചോദ്യം 1, വിട്ടുവീഴ്ച ചെയ്യുന്നവന് അള്ളാഹു മഹത്വം വർദ്ധിപ്പിക്കും. ചോദ്യം 2, അത്തുർ വിൽപ്പനക്കാരനോടൊപ്പമായാൽ സുഗന്ധം ആസ്വദിക്കാം. ചോദ്യം 3, നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തും ഉണ്ടാവുക. നല്ല വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും. 5, വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, തലമുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്ത്? ഉത്തരം, മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 അനുഗ്രഹങ്ങളിൽ മിക്കയാളുകളും വഞ്ചിതരാണ്. അതിൽ ഒന്ന് ആരോഗ്യവും രണ്ടാമത്തേത് ഒഴിവ് സമയവുമാണ്. ചോദ്യം 3, ഇസ്ലാം നമ്മോട് ദിക്റുകൾ ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടും ആയതുകൊണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടും ആയതുകൊണ്ടാണ്. ചോദ്യം 4, സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ചോദ്യം 5, 70,000 മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും. ആർക്ക് വേണ്ടി? ഉത്തരം, നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തത് സമയം കൊല്ലൽ അഥവാ ടൈം പാസ്. ചോദ്യം 2, അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേര് ലഗ്വ്. ചോദ്യം 3, ഒരു സാമൂഹിക തിന്മയാണ് മാലിന്യങ്ങൾ
പരക്കെ വലിച്ചെറിയുക. ചോദ്യം 4. സത്യവിശ്വാസിയുടെ അടയാളം വിനയവും വിട്ടുവീഴ്ചയും. ചോദ്യം 5. അഹ്ലുൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ, അവരാണ് അഹ്ലുൽ ബൈത്ത്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.